തിരിച്ചെത്തിയിട്ടുണ്ട്. വെയിലാണ് ഇപ്പൊ. 7 മണിയായത്, വൈകുന്നേരം 7 മണി. ഇതുണ്ട് സൺലൈറ്റ്. ഇത് വത്തിക്കാൻ മ്യൂസിയം. ഇപ്പൊ നമ്മൾ കേറുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഒരു ദിവസം കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. ജൂബിലി ഡോർ കയറാൻ, ഹോളി ഡോറിന് അത് കയറാൻ പോകുന്നവരാണ് കാണുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ പോപ്പ് ആഞ്ചലൂസി ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതും. നമ്മൾ ഈ പോപ്പിനെ, പുതിയ പോപ്പിനെ അനൗൺസ് ചെയ്യുന്ന പറയുമ്പോൾ ആ മുകളിലത്തെ വിൻഡോ സൈഡാണ് നമ്മൾ ദേവാലയം. എനിക്കാണല്ലേ ഇവിടുത്തെ ബസ്സിലാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇത് ബസ് നമ്പർ 81. നമ്മൾ എങ്ങോട്ട് പോവാണ്? അനസ്താസിയ പള്ളിയിലേക്ക് പോകുന്നതാണ്. സ്ഥലം ചിർക്കോ മാസിമം. അതൊക്കെ നമുക്ക് അതെങ്ങനെയാന്ന് ശരിക്കും പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയല്ല, എന്നാലും പറഞ്ഞു. ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ജസിയമ്മ ഇരിക്കുന്നു, ബീന സിസ്റ്റർ ഇരിക്കുന്നു, ഇത് ഷൈനി. പിന്നെ ബസ്സുകൾ, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പുകൾ ഇറങ്ങി ആൾക്കാർ പോകുന്നു. നമ്മൾ ഇറങ്ങാറാവുന്നതേ ഉള്ളൂ. സെയിന്റ് അനസ്തസിയുടെ അതിന് താഴെ കിടക്കുന്നത് അതങ്ങോട്ട് പറഞ്ഞു. ഇതാണ് ടൂമ്പാണ്. ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. ഇത് ഫോട്ടോ അനസ്താസിയയുടെ സ്റ്റാച്യു ആണിത്. സെയിന്റ് അനസ്താസിയ സ്റ്റാച്യു. ഇത് ഹിസ്റ്ററി ഒന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. രക്തസാക്ഷിയായിരുന്നു. ഞാൻ ഒരുപാട് വരാൻ ആഗ്രഹിച്ച സ്ഥലമാണിത്. പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയ സ്ഥലം. മരിയ മജോറ ബസിലിക്ക, പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയ സ്ഥലം. ഇവിടുത്തെ ഹോളി ഡോറാണ് ഇവിടുത്തെ. വത്തിക്കാനിൽ വേറെ ഉണ്ട്, മറ്റേ ജൂബിലി ഡോർ വേറെ ഉണ്ട്. ഇത് ഇവിടുത്തെ മരിയ മജോറ ബസിലിക്ക ഡോർ. കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ പാൻറ്റ്, ചെറിയ മുറി പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവർക്കൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ ഡ്രസ്സ് ഇവിടെ വെക്കും. എന്നിട്ട് ഇതിട്ടുകൊണ്ട് വേണം പോകാനായിട്ട്. ഫ്രാൻസിസിനെ അടക്കിയ പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തെടുക്കുവാണ്. 7 മണി സമയമാണ് കേട്ടോ. ഇത് നോക്കിയാൽ വെയിൽ പോലെ ഇരിക്കുന്നുണ്ടോ. മദർ മേരിയുടെ അപ്പാരിഷൻ നടന്ന സ്ഥലമാണ്.